Hi Fisher Doctors. Re-NEET UG 2026 is just 3 days away. 3 ദിവസം കൂടി ഇനി ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും തന്നെ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസും ന്യൂസും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂസിലാണെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ റീനീറ്റിന്റെ കാര്യവും നിങ്ങളുടെ സ്കോർ എന്താവും എന്നുള്ള കാര്യവും ആദ്യത്തെ എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യവും ടഫ് ആവുമോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഓൾറെഡി ടെൻഷൻ ആക്കുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തത് പോലും നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മൾ എത്രയൊക്കെ പഠിച്ചു, നമ്മൾ എല്ലാം സെറ്റാണ്, ബട്ട് സ്റ്റിൽ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. നമ്മൾ എത്ര കാമായിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ NTA നമുക്ക് തന്നിരിക്കുന്നത്. അതായത് NTA അവിടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. That is, it is a request to all the students to stay calm. കാരണം NTA പറയുന്നത് ഈ ന്യൂസിലൊക്കെ ഒരുപാട് ഫാൾസ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ Re-NEET 2026 പോസ്റ്റ്പോണ്ട് ആവും ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ചുറ്റിനും ഉണ്ടായിരിക്കുന്നത് കൊണ്ട് പോസ്റ്റ്പോണ്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ അത് ജൂൺ 21 തന്നെ നടത്തും എന്ന് NTA കൃത്യമായി പറയുന്നുണ്ട്. സോ ദ എക്സാം ഇസ് നോട്ട് പോസ്റ്റ്പോണ്ടഡ്. ഇനി അതിന് പുറകിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളുടെ പുറകെ മക്കൾ പോവാണ്ടിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ അൺനെസസറി ന്യൂസ് ഓൾറെഡി മിസ് പല പ്രാവശ്യം പറഞ്ഞു, അൺനെസസറി ഇൻഫർമേഷൻസും ചാനൽസും ഫോളോ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് NTA is also requesting all the റെസ്പെക്റ്റീവ് ചാനൽസ്, യൂട്യൂബ് ചാനൽസ് ആകട്ടെ, പേജസ് ആകട്ടെ, വെബ്സൈറ്റ്സ് ആകട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആകട്ടെ, എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുക. കുട്ടികളെ പാനിക് ആക്കുകയോ സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അങ്ങനെ ഫാൾസ് ഇൻഫർമേഷൻസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളെ ഭയങ്കരമായിട്ട് മെന്റലി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ആസ് യു നോ, സൈലം ഇസ് ഓൾവേസ് വിത്ത് യു ഗൈസ്. ഞങ്ങൾ എപ്പോഴും വി ഹാവ് ഓൾവേസ് സ്റ്റൂഡ് ബൈ യു. അപ്പോൾ ഒരു രീതിയിലും മക്കൾ സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമില്ല. സൈലമേൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാരത്തോൺസും കാര്യങ്ങളും റെഗുലർ റിവിഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ന്യൂസിൻ്റെ ഒന്നും പുറകെ പോകാനുള്ള സമയവും മക്കൾക്കില്ല. സോ വി ആർ നോട്ട് വറീഡ് അബൌട്ട് യു ഗൈസ്. പക്ഷേ ഓവറോൾ ജസ്റ്റ് പറയുകയാണ്, മക്കൾ ടെൻഷൻ ആവാണ്ടിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NTA ഹാസ് ഓൾസോ ടോൾഡ് ദാറ്റ് എക്സ്റ്റെൻസീവ് അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. എക്സാം വളരെ ഫെയർ കണ്ടക്ഷൻ ആയിരിക്കും, സേഫ് ആൻഡ് സെക്യൂർ ഫെയർ എക്സാമിനേഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. റിലവൻറ്റ് ഗവൺമെന്റ് മിനിസ്ട്രീസും ഒക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അവർ എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു പേപ്പർ ലീക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ, ടെലിഗ്രാം ബാൻ ചെയ്തിട്ടുണ്ട് അല്ലെ, അൺനെസസറി ഫാൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നവരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോൾ പ്രാക്ടീസസ് ഒക്കെ ഇറ്റ് വിൽ ബി ഡെൽറ്റ് ഫേംലി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ ഈ റീനീറ്റ് നടത്തണം എന്നുള്ളത് കുട്ടികളുടെ ഫേവറിലായിട്ട്. കാരണം ഒരു കുട്ടിക്ക് പോലും ഒരു ഇൻജസ്റ്റിസ് ഒരു കുട്ടിക്ക് പോലും നടക്കരുത്. കാരണം അത്രയ്ക്ക് ന്യായമായിട്ട് വേണം ഈ വർഷത്തെ നീറ്റിന്റെ റിസൾട്ട്സും കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ് അവർ റീനീറ്റ് നടത്തിയത് തന്നെ. അത് നിങ്ങളുടെ ഫേവറിലാണ്. അപ്പോൾ മക്കൾ അത് മനസ്സിലാക്കാനും കൂടി NTA റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്, ഇതൊന്നും പറ്റുന്നില്ല, എനിക്ക് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്താവും നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഉണ്ട്, മനസ്. ഓക്കെ, അതിന്റെ കോൺടാക്ട് നമ്പർ ആണ് 14416. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് അവിടെയുള്ള കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ആൻഡ് ഓൾസോ സൈലമേൻസായി മക്കൾക്ക് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലേടാ, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഹാവ് വി എവർ ലെഫ്റ്റ് യു അലോൺ ഓർ സ്ട്രഗിൾ ഇൻ എ ക്രൈസിസ് ഓർ സച്ച് എ സിറ്റുവേഷൻ? വി ആർ ഹിയർ ഫോർ യു. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കാം, വി ആർ ഹിയർ. ഇനി വീഡിയോസ് ഒക്കെ ആയിട്ട് മിസ് വരുന്നുണ്ട്, ഒട്ടും സ്ട്രെസ്ഡ് ആവണ്ട. ആൻഡ് പാരൻസിനോട് ഇത് തന്നെയാണ് പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് ഫോളോ ഫാൾസ് ഇൻഫർമേഷൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് മക്കളോട് ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക. കുറച്ച് ദിവസം ആ ന്യൂസ് ചാനൽസ് ഒക്കെ ഒന്ന് അവരുടെ മുമ്പിൽ വെച്ച് കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ അൺവെരിഫൈഡ് ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെയോ പേജസിലൂടെയോ ഒന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ NTA നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ കാം, ഇറ്റ്സ് ഓൾ ഗോയിങ് ടു ബി ഫൈൻ. ദിസ് ഇസ് യുവർ സെക്കൻഡ് ചാൻസ്. എല്ലാവർക്കും ഈ സെക്കൻഡ് ചാൻസ് കിട്ടുന്നതല്ല. നമുക്കിതൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് അടിപൊളിയായിട്ട് എക്സാം ഹാളിലേക്ക് പോവാം. അപ്പം ഐ ഹോപ്പ് യു ഗോട്ട് ഓൾ ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് NTA's അപ്ഡേറ്റ്. സോ NTA is asking you to just breathe, റിലാക്സ്. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മോൾ പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം അവർ നോക്കുന്നുണ്ട്. എവറിത്തിങ് ഇസ് അണ്ടർ കൺട്രോൾ ആൻഡ് Re-NEET 2026 is not postponed. ഓക്കെ, അത് അവർ അനൗൺസ് ചെയ്ത ഡേറ്റിൽ ടൈമിൽ തന്നെ നടക്കുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്.